ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഏത് കമ്പനിനെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്ന് സോളാർ ട്രെൻഡാണ്. എവിടെ നോക്കിയാലും സോളാറാണ്. ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10-15 സോളാർ കമ്പനിനെ കാണാതെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വരാറില്ല. അപ്പോൾ നമുക്കറിയണം നമുക്ക് ഏത് കമ്പനിനെ സെലക്ട് ചെയ്താലാണ് ലോങ് ടൈമിലേക്ക് സർവീസ് കിട്ടുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്സ് ഉണ്ട്. ഒരു 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമുക്കറിയാം ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമേഴ്സും സോളാർ പ്ലാന്റ് വെക്കുന്നത്. പക്ഷേ ഒരു 95% കസ്റ്റമേഴ്സും ഫേസ്ബുക്കിലെ ആഡ് കാണുന്നു, അവർ വിളിക്കുന്നു, എത്ര എമൗണ്ട് ആവുമെന്ന് ചോദിക്കുന്നു, വേറെ കൊട്ടേഷൻസ് എടുക്കുന്നു, കുറവ് ആർക്കാണോ തോന്നുന്നത് അവർക്ക് ഓൾമോസ്റ്റ് കൊടുക്കുന്നു, അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞ് വല്ല സർവീസൊക്കെ ആവശ്യം വരുമ്പോൾ വിളിക്കുമ്പോഴാണ് ആക്ച്വലി ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ആ സമയത്തേക്കാണ് ഇവർ കമ്പനിനെ തേടി ഇറങ്ങുന്നത്. ഒരു പക്ഷേ അവിടെ ചെല്ലണ സമയത്ത് നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്തൊരു ജസ്റ്റ് ഒരു ചെറിയൊരു സെറ്റപ്പിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സോളാർ വയ്ക്കുമ്പോൾ നമുക്ക് സർവീസ് കിട്ടണമെങ്കിൽ അതേപോലെ ഇൻവെസ്റ്റ് ചെയ്തൊരു ഓഫീസായിരിക്കണ്ടേ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ടിപ്സ്, ജസ്റ്റ് നിങ്ങൾ ആ ഓഫീസ് ഒന്ന് പോയി കാണാം. ചിലപ്പോൾ കേരളത്തിന് പുറത്തുള്ള കമ്പനി ആയിരിക്കാം, അവരുടെ ഏജൻസി ആയിരിക്കും ഇവിടെ ഉണ്ടാവണം, ആരായിക്കോട്ടെ. ചുരുങ്ങിയത് ഒരു 15-20 ലക്ഷം രൂപയെങ്കിലും മുടക്കിയിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചറുള്ളൊരു ഓഫീസാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബോധ്യമാവും, അവൻ ഇന്ന് വന്ന് നാളെ പോകാൻ വന്നതല്ല, ആക്ച്വലി ബിസിനസ് ചെയ്യാനും സർവീസ് കൊടുക്കാനും വന്നതാണ്. അതല്ലാതെ ചെറിയൊരു സെറ്റപ്പിലാണ് അവർ വന്നതെങ്കിൽ നമുക്ക് നാളെ സർവീസ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഒരു സ്ട്രാറ്റജിയാണ്, ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുക, അവിടെ വേറെ സ്റ്റാഫുകളൊന്നും ഉണ്ടാവില്ല, വർക്ക് വരുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യുക, ആ വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സർവീസ് കിട്ടില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 2, പാർട്ണർഷിപ്പിൽ തുടങ്ങുന്നവരുണ്ട്. ആക്ച്വലി പാർട്ണർഷിപ്പിൽ നമുക്കറിയാം, ഏതൊരു ബിസിനസ്സിലും 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഏതൊരു ബിസിനസ്സിലും ഉണ്ട്. അത് സോളാർ ബിസിനസ്സിലല്ല, ഏത് ലോകത്തിലുള്ള എല്ലാ ബിസിനസ്സിലും ഉണ്ട്. 100 പേര് ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു 3-4 വർഷം കൊണ്ട് 80 പേരും സ്റ്റോപ്പ് ചെയ്യും, ബാക്കി 20 പേരായിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 80% കമ്പനികൾ ചെയ്യുന്ന സർവീസ് അവിടെ പെൻഡിങ് ആവും. അപ്പോൾ നമ്മൾ തന്നെ ഇഷ്ടംപോലെ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾക്ക് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അവർ വെച്ച് പോയി ചില ആൾക്കാർ ഫ്രീലാൻഡായിട്ട് ചെയ്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ക്രെഡിബിലിറ്റി വളരെ ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ജസ്റ്റ് ആ ഓഫീസിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആർക്കായാലും വിസിറ്റ് ചെയ്യുക. ഇനി വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ കമ്പനിയുടെ ഫോട്ടോസ് വീഡിയോസ് ഒന്ന് കാട്ടിത്തരാൻ പറയാം. കാരണം അത് ആവശ്യമാണ്. കാരണം ആ ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിയണം. ഓക്കെ, പിന്നെ അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എംപാനൽമെൻറ്റ്, ഏതൊക്കെ ഓർഗനൈസേഷൻ്റെ എംപാനൽമെൻറ്റ് അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. കാരണം അവർ സാധാരണ എല്ലാവരും സോളാർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ സോളാർ ചെയ്തോളാൻ പറയുന്നത്, അവർ പറയാം അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് ഏതൊരു കമ്പനി ഇന്നത്തെ കാലത്ത്, ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കമ്പനി വന്നാലും ഒരു 100 പ്രൊജക്റ്റ് 50-100 പ്രൊജക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കണ്ടുകൊണ്ട് നമ്മളൊരിക്കലും പ്രൊജക്റ്റ് കൊടുക്കരുത്. കാരണം അവരും ചിലപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയിട്ടൊന്നും കൊടുത്തായിരിക്കില്ല, അവർ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തപ്പോൾ കൊടുത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ നല്ല കമ്പനികളുണ്ട്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിൽ നിന്നും നമുക്ക് ഡെവലപ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സേഫായിരിക്കും, നാളെ സർവീസ് കിട്ടും നമുക്ക്. തേജസ് സോളാർ ടെക് ഓൾ കേരള സർവീസ്.